ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. LGS നിയമനവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ വന്നൊരു വാർത്തയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. LGSൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് പകുതിയോളം കാലം പിന്നിട്ടു, എന്നിട്ടും നിയമനം വളരെയധികം കുറവാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള വിവരണം നമുക്ക് നോക്കാം. ജില്ല തിരിച്ചുള്ള നിയമന നില ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് സ്ക്രീനിൽ കാണാം. 16,227 പേരുള്ള റാങ്ക് ലിസ്റ്റിൽ നിയമന ശുപാർശ ലഭിച്ചത് 4,387 പേർക്ക് മാത്രമാണ്. LD ക്ലാർക്കിൻ്റേതുപോലെ വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് നിയമനവും ഇഴയുന്നു. LGS റാങ്ക് ലിസ്റ്റുകൾ പകുതി കാലാവധി പിന്നിട്ടപ്പോൾ ഇതുവരെ നടന്നത് 27% നിയമന ശുപാർശ മാത്രം. കാലാവധി പകുതി കഴിഞ്ഞ LDCയിൽ ഇതുവരെ നടന്നത് 26% നിയമനം മാത്രമാണ്. 2022 ജൂലൈ 18 നിലവിൽ വന്ന LGS റാങ്ക് ലിസ്റ്റിൽ 14 ജില്ലയിലുമായി 16,227 പേരാണുള്ളത്. 4,386 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു. ഇതിൽ 516 NJD ഒഴിവുകൾ ആയതിനാൽ യഥാർത്ഥ നിയമനം 3,870 മാത്രം. LGSന് ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ നടന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്, 532. കുറവ് വയനാടുമാണ്. നമുക്കിതിൻ്റെ ജില്ല തിരിച്ചുള്ള നിയമന നിലയൊന്ന് നോക്കാം. തിരുവനന്തപുരത്ത് 532 പേർക്ക് അഡ്വൈസ് കൊടുത്തു. റാങ്ക് ലിസ്റ്റിലാകെ ഉള്ളത് 2,041 പേരാണ്. മുൻ ലിസ്റ്റിൽ നിന്നും 1,023 പേർക്കാണ് നിയമന ശുപാർശ നൽകിയത്. അപ്പോൾ ഇനിയും ഒരുപാട് നിയമനം പ്രതീക്ഷിക്കാവുന്നതാണ് അവിടെ. കൊല്ലം 377, പത്തനംതിട്ട 214, ആലപ്പുഴ 266, കോട്ടയം 275, ഇടുക്കി 209, എറണാകുളം 433, തൃശ്ശൂർ 349, പാലക്കാട് 340, മലപ്പുറം 370, കോഴിക്കോട് 359, വയനാട് 136, കണ്ണൂർ 355, കാസർഗോഡ് 171. ഇത്രയും നിയമനങ്ങളാണ് ജില്ല തിരിച്ചുള്ളത്. നിങ്ങൾക്കിത് സ്ക്രീനിൽ നോക്കി ഇതിൻ്റെ നിയമന നിലയും കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണവും മറ്റുമൊക്കെ കാണാം. നമുക്കിനി അടുത്ത LGS പരീക്ഷ നടക്കാൻ പോകുന്നതിനെക്കുറിച്ചുള്ള വാർത്ത നോക്കാം. അടുത്ത LGS പരീക്ഷ സെപ്റ്റംബർ നവംബർ മാസത്തിലാണ് നടക്കുന്നത്. നമ്മൾ ഈ വാർഷിക കലണ്ടറിലൂടെ മനസ്സിലാക്കിയൊരു കാര്യമാണ്. ലാസ്റ്റ് ഗ്രേഡ് തസ്തികയുടെ പുതിയ വിജ്ഞാപന പ്രകാരമുള്ള പരീക്ഷ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ നടത്താൻ PSC തീരുമാനിച്ചിട്ടുണ്ട്. 2-3 ഘട്ടമായിട്ടായിരിക്കും പരീക്ഷ നടത്തുന്നത്. പ്രിലിമിനറി മെയിൻ പരീക്ഷാ രീതി ഈ തസ്തികയിലും ഒഴിവാക്കിയിട്ടുണ്ട്. 14 ജില്ലകളിലുമായി ആകെ 4,76,953 പേർ അപേക്ഷ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനായി സമയമുണ്ട്. LDCയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ LGSന് കൂടുതൽ സമയം കിട്ടും. ഇപ്പോൾ നമ്മുടെ ഈ ചാനലിൽ LGSൻ്റെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. അതിൽ GK മാത്സ് ഒഴിച്ച് ബാക്കി 80 മാർക്കിൻ്റെയും ടോപ്പിക്കുകൾ മുഴുവൻ ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നുണ്ട്. കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകൾ പ്രത്യേകം നൽകുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. അടുത്ത വരാനിരിക്കുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ എല്ലാവരും ഉയർന്ന റാങ്ക് തന്നെ നേടണം, എന്നാലേ നമുക്ക് നിയമനം ഉറപ്പിക്കാനാവൂ. ഈ വാർത്തകളിൽ നിന്നുമൊക്കെ ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് എല്ലാവരും 100-നകത്ത് തന്നെ റാങ്ക് നേടണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.